എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടാവും. ഇനി ജ്യൂസ് കുടിച്ചിട്ട് യാത്ര തുടരാം. മേഘയുടെ സംസാരം കേട്ടാ തോന്നും നമ്മുടെ വണ്ടി എല്ലാരും കൂടെ തള്ളിയാ ഓടിക്കുന്നേന്ന്. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേ കാണിച്ചു തരാം. കൊണ്ടുവന്ന സാധനങ്ങൾ നീ തന്നില്ല എന്നുണ്ടെങ്കിലേ ഞങ്ങക്ക് കൈയുണ്ട് എടുത്ത് കഴിക്കാൻ. പിന്നെ കാണാം. നിനക്ക് എന്തു പറ്റി? നീ എന്താ ജ്യൂസ് കുടിക്കാത്ത? കുടിക്കാം. നിനക്കിത് ഇഷ്ടായില്ലേ? എനിക്കല്ലേ ഇഷ്ടോ. ആ എന്നാ പിന്നെ കുടിക്ക. കൊള്ളാല്ലേ? കുടിക്കടാ. എനിക്കിപ്പ വേണ്ട. കുടിക്ക്. ഞാൻ പറയുന്ന ആരോ അയ്യോ എന്റെ ഷർട്ട് മൊത്തം വൃത്തികേടായി. എടാ എടാ സോറിടാ, ഞാൻ ശ്രദ്ധിച്ചില്ല. നീ ഇവന്റെ ഷർട്ട് മൊത്തം വൃത്തികേടാക്കിയോ? ഇവന്റെ വേറെ ഷർട്ടും ഇല്ല. ഷർട്ട് ഫുള്ള് വാഷ് ചെയ്യേണ്ടി വരുമല്ലോ. ഈ ഷർട്ട് കൊണ്ടുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ യാത്ര ചെയ്യും? നീ ടെൻഷൻ ആവണ്ട. ഇതിന് പകരം നിനക്ക് വേറെ ഉടുപ്പ് കിട്ടിയാ പോരെ? പെൺകുട്ടികളുടെ ഉടുപ്പൊന്നും എനിക്ക് വേണ്ട. എടാ നിനക്കിടാൻ പറ്റിയ ഒരു ഉടുപ്പ് എന്റെ കയ്യിലുണ്ട്. ആ എന്നാ നീ അതെടുത്ത് അവന് കൊടുക്ക്. ആ നീ ഇങ്ങ് വാ, ഞാൻ ഉടുപ്പ് എടുത്തു തരാം. എന്ത് പണിയാ കാണിച്ചേ? വേഗം ഒന്ന് ഷർട്ട് എടുക്ക്. ഡാ നീ ഇങ്ങനെ തിടുക്കം കൂട്ടല്ലേ, ഞാൻ എടുത്തു തരാം. ഇത് പിടിച്ചേ. മോഴക്കുന്നിലേക്കുള്ള യാത്ര ആയതുകൊണ്ടാ ഞാനിത് എടുത്തത്. അതിപ്പോ നിനക്ക് ഉപകാരമായല്ലോ. ഡാ നീ എന്താ നോയിക്കൊണ്ട് നിക്കുന്നേ? വേഗം മാറ്റ്. നീ എന്താ ചിരിക്കുന്ന? ഒന്നുമില്ല, നിന്റെ അവസ്ഥ ഓർത്തപ്പോ ചിരി വന്നതാ. എന്റെ ഷർട്ട് വൃത്തിയേടാക്കിട്ട് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ കരഞ്ഞോണ്ട് നിന്നാ നിനക്ക് എന്നെ ഇഷ്ടാവോ? നീ എന്താ എന്നിങ്ങനെ നോക്കുന്നു? ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ. അല്ല, തന്റെ മുഖത്ത് ഇങ്ങനൊരു ഭാവം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്നെ നോക്കി നിക്കാതെ ഉടുപ്പിട്. ഇതെന്താ? ഇതിന്റെ സിബ് പ്രശ്നമാണല്ലോ. സിബിന് എന്താ പറ്റിയ? ഞാൻ നോക്കട്ടെ. കൈ മുറിഞ്ഞോ? നോക്കട്ടെ. വൃന്ദ ആരോ എവിടെ? അവനിതിൽ ഉടുപ്പിട്ട് കഴിഞ്ഞില്ലേ? വൃന്ദേ ആ നോക്കാം. നിങ്ങളിവിടെ എന്തെടുക്ക? അത് ഒരു ഡ്രസ് മാറാൻ ഇത്ര സമയോ? അല്ല, ഇതിന്റെ സിബിന് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിയായി. ഈ വേഷത്തിൽ നീ കൊള്ളാം. നീ കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. എല്ലാരും വണ്ടി കയറി പോണ്ടേ? ആ